ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ്. അപ്പോൾ ഇതിൻ്റെ മറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ക്ലാസ്. അപ്പോൾ നമുക്ക് നോക്കാം. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമാണ്? ആൻസർ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു പ്രസംഗമാണ് വിധിയുമായി ഒരു കൂടിക്കാഴ്ച എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അത് എന്ന് നടത്തിയതാണെന്ന് ചോദിച്ചാൽ 1947 ഓഗസ്റ്റ് 14 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു ദിവസം അല്ലേ, ആ ഒരു ദിവസം പാർലമെൻറ്റ് ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗമാണ് വിധിയുമായി ഒരു കൂടിക്കാഴ്ച. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് മഹാന്മാരുടെ വാക്കുകളാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്ത നോക്കിയേ, കാളയെപ്പോലെ അധ്വാനിക്കൂ, മുനിയെപ്പോലെ ജീവിക്കൂ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? BR അംബേദ്കർ ആണ്. BR അംബേദ്കർ നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയുടെ പിതാവാണ് ആര്? BR അംബേദ്കർ അല്ലേ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു BR അംബേദ്കർ. അപ്പോൾ കാളയെപ്പോലെ അധ്വാനിക്കൂ, മുനിയെപ്പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. എനിക്ക് ഒരു കൾച്ചർ മാത്രമേ അറിയൂ, അതാണ് അഗ്രികൾച്ചർ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് എനിക്ക് ഒരു കൾച്ചർ മാത്രമേ അറിയൂ, അതാണ് അഗ്രികൾച്ചർ എന്ന് അഭിപ്രായപ്പെട്ടത്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ഏതാണ്? ആൻസർ പാലക്കാടാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ലയാണ് പാലക്കാട്. നമ്മുടെ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട്. അടുത്തത്, കേരളത്തിലെ ആദ്യ ലേബർ ബാങ്ക് ഏതാണ്? കേരളത്തിലെ ആദ്യ ലേബർ ബാങ്ക് അകത്തേത്തറ, പാലക്കാട്. കേരളത്തിലെ ആദ്യ ലേബർ ബാങ്ക് അകത്തേത്തറ, പാലക്കാട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒഴുകുന്ന ATM സ്ഥാപിച്ചത് SBI ആണ്, കൊച്ചിയിലാണ്. ഒഴുകുന്ന ATM എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോട്ടിലും കപ്പലിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ATMകളാണ് കേട്ടോ. അതിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന ATM ആണ്. അപ്പോൾ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? SBI ബാങ്കാണ്. കേരള ഗ്രാമീൺ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ ദിനം ഏതാണ്? അപ്പോൾ കേരള ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായിട്ടുള്ള ദിനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2013 ജൂലൈ 8-നാണ്. 2013 ജൂലൈ 8-നാണ് കേരള ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായത്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ്. അപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം ഓർത്തു വയ്ക്കുക, മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം. 2013 ജൂലൈ 8-നാണ് കേരള ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായത്. അതിൻ്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBIയിൽ ലയിച്ച വർഷം ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBI ഇങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മദ്രാസ് അങ്ങനെ പല പല ബ്രാഞ്ചായിട്ടായിരുന്നു SBI നേരത്തെ ഉണ്ടായിരുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBIയും ഒന്നല്ലായിരുന്നു. അങ്ങനെ 2017-ലാണ് SBIയിലേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ലയിക്കുന്നത്. ഇപ്പോൾ SBI മാത്രമേ ഉള്ളൂ. അപ്പോൾ 2017-ലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBIയിൽ ലയിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? അത് ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്നത് സ്വകാര്യ ബാങ്കാണെന്ന് ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. നെടുങ്ങാടി ബാങ്ക് പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ടാണ് ലയിക്കുന്നത്. അത് 2003-ലാണ് എന്ത് ചെയ്യുന്നത്? നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിക്കുന്നത്. അടുത്തത്, ഇവയിൽ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏത്? അപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇതാണ് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളതാണ് എന്ന് പറയുന്ന ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. മാസ് നമ്പർ അറ്റോമിക് നമ്പറൊക്കെ എന്താണെന്ന് അറിയോ അല്ലേ? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണവും മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണവും കൂടി ചേർന്നിട്ടാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അറിഞ്ഞൂടാത്തവരാണെങ്കിൽ അത് പഠിക്കുക, വ്യക്തമായിട്ട് പഠിക്കുക. കാരണം ഐസോട്ടോപ്പ് അല്ലാത്തത്, ഐസോട്ടോപ്പ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കും. അപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇതാണ് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ്. 3 ഐസോട്ടോപ്പാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് ടെലൂറിയമാണ്. ടെലൂറിയം ഐസോട്ടോപ്പ് അല്ല, അതൊരു എലമെൻ്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, നമ്മുടെ
പീരിയോഡിക് ടേബിളിലെ ഒരു എലമെൻ്റ് ആണ് ടെലൂറിയം. നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും നമ്മുടെ 10th പ്രിലിംസിൽ ഒരു മൊഡ്യൂളായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് ചോദിക്കാൻ ഇനി സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് വ്യക്തമായിട്ട് പഠിച്ചു പോവുക. 1766 ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. 1766 ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. വർഷവും കൂടി പഠിച്ചു വയ്ക്കുക. PSC വർഷങ്ങൾ ഇപ്പോൾ മാറ്റി ചോദിക്കുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പോൾ നിങ്ങളത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ 1766 ആരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്? ഹെൻറി കാവൻഡിഷ് ആണ്. ഏറ്റവും കുറവ് ഐസോട്ടോപ്പുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എത്ര ഐസോട്ടോപ്പാണുള്ളത്? 3 എണ്ണമാണുള്ളത്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയവും ട്രിഷ്യവും. ഡ്യൂട്ടീരിയം, ട്രിഷ്യവും ആണ് ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയമാണ്. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. ബാങ്കിങ് ഉൾപ്പെടുന്നത് ഏത് മേഖലയിലാണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബാങ്കിങ് ഉൾപ്പെടുന്നത് ഏത് മേഖലയിലാണ്? അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇപ്പോൾ പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല എന്ന് പറയും. ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യാവസായിക മേഖല എന്ന് പറയും. തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ സേവന മേഖല എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബാങ്കിങ് എന്ന് പറയുന്നാൽ അതൊരു സേവനമാണ്. അപ്പോൾ അതൊരു സേവന മേഖല അല്ലെങ്കിൽ തൃതീയ മേഖലയാണ്. അപ്പോൾ ഏതാണ് ബാങ്കിങ് എന്ന് പറയുന്നത്? തൃതീയ മേഖലയാണ്. അത് നോക്കിയേ, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നതാണ് പ്രാഥമിക മേഖല. ഓക്കെ, പ്രാഥമിക മേഖല എന്ന് വെച്ചാൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ കൃഷി, ജലസേചനം, അതുപോലെ തന്നെ ഖനനം, ഇതൊക്കെ പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. ഇപ്പോൾ ഈ ഖനനമൊക്കെ PSC നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് മേഖലയിൽ വരുന്നു എന്നൊക്കെ പ്രാഥമിക മേഖലയാണ്. അടുത്ത, പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ദ്വിതീയ മേഖലയിൽ എപ്പോഴും വ്യവസായങ്ങളാണ് വരിക. ഇപ്പോൾ നിർമ്മാണം, മൺപാത്ര നിർമ്മാണം, അങ്ങനെയൊക്കെയുള്ള നിർമ്മാണങ്ങൾ വരുന്നതും വ്യാവസായിക മേഖലയിലാണ്. അടുത്തത് സേവന മേഖല, അതാണ് തൃതീയ മേഖല എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് തൃതീയ മേഖലയാണ്. ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാണ്? തൃതീയ മേഖലയാണ്. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന ഗതാഗതം, വാർത്താവിനിമയം, ഇൻഷുറൻസ്, വാണിജ്യം, റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? ഗതാഗതം, വാർത്താവിനിമയം, ഇൻഷുറൻസ്, വാണിജ്യം, റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ചോദിക്കാം ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിക്കാം. അടുത്തത്, കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ്? വിദേശ രാജ്യം ആണ് ഇന്ത്യയെ. ഏത് വിദേശ രാജ്യമാണ് ഇന്ത്യയെ കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ചത്? ആൻസർ റഷ്യയാണ്. റഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ അത് താരാപൂർ ആണ്. മഹാരാഷ്ട്രയിലാണ് താരാപൂർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയമാണ് താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ ഏതാണ്? കാമിനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ ഏതാണ്? കാമിനിയാണ്. കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമര നായകനാണ് SP ഉദയകുമാർ. ആരാണ്? SP ഉദയകുമാർ കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമര നായകനാണ്. ജയ്താപൂർ ആണവ നിലയം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ നമ്മൾ പഠിച്ചു താരാപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. ജയ്താപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. കൂടംകുളം, കൽപ്പാക്കം തുടങ്ങിയ ആണവ നിലയങ്ങൾ എവിടെയാണ്? തമിഴ്നാടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആണവ നിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും വ്യക്തമായിട്ട് പഠിക്കുക. ഒന്നുകിൽ ചേരുംപടി ചേർക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ താരാപൂർ, ജയ്താപൂർ മഹാരാഷ്ട്രയാണ്. കൂടംകുളം, കൽപ്പാക്കം തമിഴ്നാടാണ്. കോട്ട ആണവ നിലയമാണെങ്കിൽ അത് രാജസ്ഥാനാണ്. നറോറ ആണെങ്കിൽ ഉത്തർപ്രദേശ്. കൈഗയാണെങ്കിൽ കർണാടക. കക്രപ്പറ ഗുജറാത്ത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് ഹോമി ജെ ഭാഭ. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ഹോമി ജെ ഭാഭയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണെന്നാണ്. കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? A.O. ഹ്യൂമാണ്. അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്നാണ് അറിയപ്പെടുക. അപ്പോൾ A.O. ഹ്യൂമാണ് ആദ്യത്തെ ജനറൽ സെക്രട്ടറി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? W.C. ബാനർജി ആയിരുന്നു. പിന്നെ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് W.C. ബാനർജിയും ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ അത് A.O. ഹ്യൂമുമാണ്. എന്നാൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ C. ശങ്കരൻ നായരാണ്. C.
സി എന്ന് പറഞ്ഞാൽ ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ, കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണ്? സി ശങ്കരൻ നായരാണ്. കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബെസന്റ് ആണ്. കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബെസന്റ്. എന്നാൽ ആനി ബെസന്റ് വിദേശിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരിയായിട്ടുള്ള ആദ്യത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? സരോജിനി നായിഡു ആണ്. ആരാണ്? സരോജിനി നായിഡു. കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് ആണ് സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസിന്റെ ആദ്യത്തെ തിരഞ്ഞെടുത്ത പ്രസിഡന്റ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ നമ്മുടെ വൈസ്രോയി ആരായിരുന്നു? ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഡഫറിൻ പ്രഭു ആയിരുന്നു. കോൺഗ്രസ് രൂപീകൃതമാകുന്നത് എന്നാണെന്ന് അറിയാമോ? 1885 ഡിസംബർ 28-നാണ് കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഡഫറിൻ പ്രഭു ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മൊളാസസ് ബേസിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ്. മൊളാസസ് ബേസിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ സംസ്ഥാനമാണ് മിസോറാം. ഏതാണ്? മിസോറാം. വനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണ്. വനങ്ങളുടെ നാട് ഏതാണ്? ജാർഖണ്ഡാണ്. വിഹാരങ്ങളുടെ നാട് ബീഹാർ ആണ്. വിഹാരങ്ങളുടെ നാട് ബീഹാർ. ചുവന്ന മലകളുടെ നാട് അരുണാചൽ പ്രദേശ്. ചുവന്ന മലകളുടെ നാട് അരുണാചൽ പ്രദേശ്. രത്നങ്ങളുടെ നാട് മണിപ്പൂർ. രത്നങ്ങളുടെ നാട് ഏതാണ്? മണിപ്പൂർ. മേഘങ്ങളുടെ വാസസ്ഥലം മേഘാലയാണ്. മേഘങ്ങളുടെ വാസസ്ഥലം മേഘാലയ. വനങ്ങളുടെ നാട് ജാർഖണ്ഡ്. വിഹാരങ്ങളുടെ നാട് ബീഹാർ. ചുവന്ന മലകളുടെ നാട് അരുണാചൽ പ്രദേശ്. രത്നങ്ങളുടെ നാട് മണിപ്പൂർ. മേഘങ്ങളുടെ വാസസ്ഥലം മേഘാലയ. മൊളാസസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം മിസോറാം. അടുത്തത് മൊഗ്രാൽ പുഴ ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു? പഠിച്ചു വയ്ക്കുക. മൊഗ്രാൽ പുഴ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നതാണ്. മൊഗ്രാൽ പുഴ അങ്ങനെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തതാണ്. മൊഗ്രാൽ പുഴ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നതാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രഗിരി പുഴയാണ്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ്. പയസ്വിനി നദി എന്ന പേരിലും അറിയപ്പെടുന്നതാണ് ചന്ദ്രഗിരി പുഴ. ചന്ദ്രഗിരി പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പയസ്വിനി നദി. കേരളത്തിലെ നദികളിൽ വലുപ്പത്തിൽ 4-ാം സ്ഥാനത്തുള്ളതാണ് ചാലിയാർ. കേരളത്തിലെ നദികൾ വലുപ്പത്തിൽ 4-ാം സ്ഥാനം ഏതാണ്? ചാലിയാർ ആണ്. ഓക്കെ, ചാർ ഓർത്ത് വെച്ച നദി. ചാർ എന്നാൽ ഹിന്ദിയിൽ എന്താണ്? 4 അല്ലേ? അപ്പോൾ ചാലിയാർ 4-ാം സ്ഥാനമാണ്. അടുത്തത് ഏറ്റവും ആദ്യത്തെ സ്ഥാനം അറിയാലോ, പെരിയാറാണ്. പെരിയാർ. ഓക്കെ, 1-ാം സ്ഥാനം. ആറന്മുള ഉത്രട്ടാതി വള്ളങ്ങളിൽ നടക്കുന്ന നദി ഏതാണ്? പമ്പയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? പമ്പ. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ട്രാൻസ് ഹിമാലയത്തിൽ ലഡാക്ക് സിവാലിക്. ഇതിനകത്ത് താഴെ ഞാൻ വായിക്കുവാണേ. കാരക്കോറം നാഗാകുന്നുകൾ, ലഡാക്ക് സസ്കർ, സസ്കർ പത്കായ്. ഇതിനകത്ത് ലഡാക്കും സസ്കറാണ്. അതൊക്കെയാണ് ലഡാക്ക് സസ്കർ. അപ്പോൾ കാരക്കോറം ലഡാക്ക് സസ്കർ ഇങ്ങനെ നമ്മൾ പറയാം. കാരക്കോറം ലഡാക്ക് സസ്കർ ഇത് ട്രാൻസ് ഹിമാലയൻ നിരകളിൽ ഉൾപ്പെടുന്നതാണ്. പഠിച്ചു വയ്ക്കുക. കാരക്കോറം ലഡാക്ക് സസ്കർ ഇത് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ്. ഉത്തരപർവ്വത മേഖലയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്നത്. ഉത്തരപർവ്വത മേഖലയിൽ ഹിമാലയൻ നിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അടുത്തത് ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ, മീസോ, നാഗ, പത്ക എന്നിവ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നു. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നതാണ് ഖാസി, ഗാരോ, ജയന്തിയ, മീസോ, നാഗ, പട്കായ് കുന്നുകൾ. അപ്പോൾ നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് അപ്പോൾ ഇതിനകത്തുള്ളതും പഠിച്ചു. അതിനകത്ത് കൂടുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഒരുപാട് ഇപ്പോൾ റിലേറ്റഡ് ആയിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് വർക്കൗട്ട് ചെയ്യുക. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് അടുത്തടുത്ത പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്ത വീഡിയോയിൽ. താങ്ക് യു.